ഹലോ ഗൈസ്, ഹലോ. എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ്. ഞാൻ ഓപ്പറേഷൻ തൂഫാൻ എല്ലായിടത്തും ഓപ്പറേഷൻ തൂഫാൻ വളരെ നല്ല കാര്യം. VD സതീശൻ, നമ്മുടെ രമേശ് ചെന്നിത്തല, ടോപ്പ് നോച്ച്, ഒരു രക്ഷയില്ല, പൊള്ളി, നല്ല കാര്യം. നമ്മുടെ നാട്ടിൽ നിന്ന് മയക്കുമരുന്ന് അങ്ങനത്തെ ലഹരി, കെമിക്കൽ ലഹരീസ് എല്ലാം നമുക്ക് എടുത്ത് തുടച്ച് കളയണം. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യണതിലൊരു എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കുട്ടി കൂശി കിടക്കുന്നുണ്ട്. നമ്മൾ ഇത്ര പേര് പിടിച്ചു, ഞങ്ങളുടെ പാർട്ടി പൊള്ളി, MSLത്തിലെ മാസ്, ഞങ്ങൾ ഇത്ര പേര് പിടിച്ചു. നമുക്ക് കണക്കല്ല വേണ്ടത്, നമ്മൾ ഇത്ര പേരെ പിടിക്കല്ല വേണ്ടത്, നമ്മളിതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്നതാണ്. ഇപ്പം നിങ്ങളൊരു 20 പേരെ പിടിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചിലവന്മാരുണ്ടാവും ഈ വിൽപ്പനയൊന്നുമില്ലാണ്ട് വെറുതെ വലിച്ചെടുക്കണവന്മാർ. ഇപ്പോൾ ഈ MDM ഒക്കെ വെറുതെ വലിച്ച് നടക്കണവന്മാരുണ്ടാവും. അവന്മാരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പിടിച്ച് കഴിയുമ്പോൾ ഇവരുടെ പേരിൽ കേസായി, കുടുംബത്തിൽ നാണക്കേടായി, ഇവർക്ക് പിന്നെ വേറെ ജോലിയോ പുറത്ത് പോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പിള്ളേരെന്ത് ചെയ്യും, എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഇതുതന്നെ ചെയ്ത് ജീവിക്കാം. അങ്ങനെയുള്ള ആൾക്കാരുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വട്ടമൊക്കെ ചിലപ്പോൾ അവന് വേണ്ടി വിൽക്കലൊന്നും അവൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. അവന് വേണ്ടി വലിക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും പിടിക്കുക. അവനെ പിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് നാട്ടിൽ മൊത്തം അറിയിച്ച് ഫോട്ടോ എടുത്ത്. ഇപ്പോഴാണെങ്കിലും ഭയങ്കര കൂടുതലായി. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഭയങ്കര ഇതാണ്, മറ്റേ ഞങ്ങൾ ഇത്ര പേര് പിടിച്ചു സാറേ എന്നുള്ള സെറ്റപ്പാണ്. അതൊഴിവാക്കി ഈ വെറുതെ വലിച്ചടക്കുന്ന പിള്ളേരുടെ പേരിലൊന്നും കേസ് എടുക്കാണ്ട് ഈ വിൽപ്പന നടത്തുന്ന ആൾക്കാരുടെ പേരിൽ കേസ് എടുത്ത് അത് എവിടെ നിന്ന് വരുന്നതെന്നൊക്കെ കണ്ടുപിടിച്ച് അതാണ് ഒഴിവാക്കേണ്ടത്. ഇത് വെറുതെ 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് എങ്ങാനും ഒരു ബാക്ക് എടുത്ത് വലിച്ച് നടക്കുന്ന പിള്ളേരുകളെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന്മാർ വീണ്ടും ഈ പരിപാടി തന്നെ തുടങ്ങും, ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. കേസൊക്കെ എടുത്ത് അവർക്ക് നാണക്കേടായി, അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അവർ പിന്നെ ഇതിങ്ങനെയാണ് എന്ന് വിചാരിച്ച് ഇതങ്ങനെ പോകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എല്ലാ പിള്ളേരെ പിടിച്ച് ഈ കുറച്ചൊക്കെ പിടിച്ചവന്മാരെ വെറുതെ ഫോട്ടോ എടുത്ത് നാട്ടിൽ മൊത്തം അറിയിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കാണ്ട്, ഒന്നല്ലെങ്കിൽ അവർക്ക് ഈ പുറത്തൊക്കെ ഉള്ള പോലെ കമ്മ്യൂണിറ്റി ജോലി, ഇപ്പോൾ നേരെ തന്നെ പിടിച്ചു ഒരു ബാക്കുള്ള അവനോട് പറയാം ഇട്ട് തരണം, നീ ആരാണ് നിനക്ക് തന്നെന്ന് വെച്ചാൽ അവൻ ഇട്ട് തരണം. പക്ഷേ അവനെ വെറുതെ വിടരുത്. വല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തോ സ്ഥലം. ഞാനിപ്പോൾ ചാലക്കുടി എടുത്ത അതിരപ്പള്ളി വാട്ടർഫോൾസിനോടൊക്കെ എന്തോരം വേസ്റ്റാണ്. ഇവന്മാരെ ഒരു സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഒരു 5 പേർ ഒരാഴ്ച പിടിച്ചു വിചാരിക്കുക, ചെറുതായിട്ടുള്ളതില്ല, കേസൊന്നും ചാർജ് ചെയ്യണം. അവരുടെ ഭാവി നോക്കിയിട്ട് അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചുറ്റുവട്ടം മൊത്തം വൃത്തിയാക്കിയില്ലെങ്കിൽ എന്നാലും നീ കേസ് എടുക്കുമെന്ന് പറയാൻ നാറ്റിക്കുമെന്ന് പറയാം. അല്ലെങ്കിൽ അവരെ കൊണ്ട് വൃത്തിയായിപ്പിക്കുക. അവരെ കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊരു ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി സർവീസ്, അതാണ് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ. അല്ലാണ്ട് എല്ലാത്തിൻ്റെ പേരിലും കേസ് എടുത്ത് നാണം കെടുത്തി മറ്റേ അവന്മാരെ വീണ്ടും ഇതിലേക്ക് തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതൊഴിവാക്കി പരമാവധി ഇവർക്കുള്ളൊരു വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നതൊക്കെ ഇനിയിപ്പോൾ എന്നെ പിടിച്ച് നാളെ പിടിച്ചിട്ട് ആരും കെമിക്കൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. ആരും കെമിക്കലിൽ പെട്ടുപോയാൽ തീർന്നു. നിൻ്റെ പല്ല് പോയി, മുടി പോയി, നിൻ്റെ ബ്രെയിൻ വരെ അടിച്ചു ഊമ്പി തെറ്റിപ്പോകുമെന്ന് വെച്ചാൽ പണ്ടടങ്ങി പോകും. ഞാൻ എല്ലാമായിട്ട് പറയും, കേമടിച്ച് പോകുന്നവരൊക്കെ നശിച്ചു പണ്ടാറടങ്ങി പോകും.